തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിക്ക് അധികാരം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഒരു കാലത്തും തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിൽ വരില്ല. അപ്പൊ വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിരുന്നു. രാവിലെ കോടതി വിധി വരുന്നു, ഉച്ചയാകുമ്പോഴേക്കും വേണ്ടി സത്യപ്രതിജ്ഞ. പക്ഷെ സത്യപ്രതിജ്ഞ ഞാൻ പോയി പൊരുത്തനകത്താണ്. ഇപ്പൊ CPM പറയുന്ന ഒരു വാദം, ഞാൻ CPMന്റെ ആളല്ലെങ്കിലും ഒരു പറഞ്ഞൊരു വാദം, ഒരു ഗേറ്റിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ പിന്നെ കൂടെ വരാം, മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും. ഇതിന്റെ ഇടയിൽ കൂടി ഒന്ന് കുത്തിത്തെരിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ ഒന്ന് ഇയാൾ അഭ്യാസം കാണിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ജനങ്ങൾ അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒന്ന് അഭ്യാസം കാണിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. BJP ആറ്റുനൊറ്റ് കിട്ടിയ ഒരു ഭരണം, തിരുവനന്തപുരം നഗരസഭ ഭരണം കിട്ടി. ഇപ്പോൾ അവിടെ ആകെ അടിപിടി, ബഹളം, കയ്യാങ്കളി, മേയറുടെ കാലിന് വരെ പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുന്നു, ഡെപ്യൂട്ടി മേയർ ആശുപത്രിയിലാവുന്നു. എന്തൊക്കെയാണ് ശരിക്കും അവിടെ നടക്കുന്നത്? ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിക്ക് അധികാരം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഒരു കാലത്തും തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വരില്ല. പിന്നെ BJPക്കാർക്കുള്ള ഒരു ഗുണം, കേരളത്തിൽ അവർക്ക് എവിടെ അധികാരം കിട്ടിയാലും പിന്നത്തെ തവണ കിട്ടില്ല, അല്ലെങ്കിൽ വളരെ ദുർബലമാവും. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഒരു സീറ്റ് കിട്ടി. ജീവിതത്തിൽ ഇനി തൃശ്ശൂർ സീറ്റ് കിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉറപ്പായി. ആ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതുപോലെ പല നഗരസഭകളും ആദ്യം കിട്ടിയതൊക്കെ പോയി, പിന്നെ ചിലതൊക്കെ പുതിയത് കിട്ടും. ഇപ്പൊ പാലക്കാട് നഗരസഭ അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം ഇല്ലാണ്ടായി. ഇപ്പൊ അത് ഭൂരിപക്ഷം പോയി. പന്തളം നഗരസഭ പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പൊ ചുരുക്കത്തിൽ BJPക്ക് ഒരിക്കൽ അവർക്ക് ഭരിക്കാൻ അവസരം കൊടുത്താൽ അവര് നാശകോശാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ തിരുവനന്തപുരം നഗരസഭയിൽ അവർക്ക് കിട്ടാനുള്ള ഒരേ ഒരു കാരണം CPMന്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. വളരെ മോശമായി, കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം ഭരിക്കുന്നു, ജനങ്ങൾക്ക് മടുത്തു. അതിന് ഏറ്റവും കൂടുതൽ ആര്യ രാജേന്ദ്രൻ വന്നതോടുകൂടി കാര്യങ്ങൾ അങ്ങേയറ്റം വഷളായി. അതുകൊണ്ടാണല്ലോ ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവരാഞ്ഞത്. ഇനി സിറ്റിംഗ് മേയർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്, തൃശ്ശൂരും തിരുവനന്തപുരത്തും. അപ്പൊ അത് വന്നില്ല. UDF അവിടെ 3-ാം സ്ഥാനത്താണ് മുമ്പ് തന്നെ. UDFന്റെ വോട്ട് പോകാനുള്ളതൊക്കെ BJPയിലേക്ക് മുമ്പേ പോയി കഴിഞ്ഞിരുന്നു. UDFന്റെ വോട്ടാണ് BJPക്കാർ കൂടുതൽ പിടിച്ചത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പോസിബിലിറ്റി BJPയാണ്. ഇപ്പൊ അത് തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ അവർ, തിരുവനന്തപുരം കൊല്ലത്തും മണ്ഡലം ജയിച്ചത് അതുകൊണ്ട് തന്നെയാണ്. UDF ദുർബലമായാൽ അവിടെ BJP ജയിക്കും. കാരണം LDF വിരുദ്ധ രാഷ്ട്രീയം വളരെ ശക്തമായിരുന്നു. ചാത്തന്നൂർ ജയിച്ചതും ഇവിടെ കഴക്കൂട്ടത്തും നേമത്തും ഒക്കെ സംഭവിച്ചത് അത് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ കൺട്രോൾ എപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നഗരസഭയിൽ എവിടെയോ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് നഗരസഭ പോലെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഈ പ്രതിപക്ഷം പറയുന്നതിന് മറുപടി പറയൽ മാത്രമാണ് രാജേഷിന്റെ പണി. രണ്ടാമത് അവർക്കിടയിൽ തന്നെയുള്ള സംഘർഷം, അത് മുമ്പുണ്ട്. ശ്രീലേഖയെ പോലെയുള്ള ആളുകൾ അപ്പുറത്തു നിന്ന് വേണ്ടതിന് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്തുള്ള പ്രശ്നമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന് എതിരായും അനുകൂലമായുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ CPM എന്ന് പറഞ്ഞാൽ വളരെ സംഘടിതമായ ഒരു പ്രസ്ഥാനമാണ്. ഒരുമാതിരി തരികടയൊക്കെ അവർക്ക് കളിക്കാൻ അറിയാം. അവർക്ക് ആ ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ അറിയാം. അവരെ പ്രതിപക്ഷത്ത് വരുന്നതാണ് അവർ കൂടുതൽ അപകടം. ഭരണപക്ഷത്തിരിക്കുന്നേക്കാൾ അപകടകരാണ് CPM പ്രതിപക്ഷത്ത് വന്നത്. കാരണം ഇപ്പൊ സതീശൻ സർക്കാരിനോട് 1 മാസം വരുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവർ അവിടെയും ചെയ്തു. അവിടെ ചെയ്തിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണം ഉണ്ടായില്ല. അവർ ഇത്രയൊക്കെ പാടും ചെയ്തിട്ടും. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് അവരുടെ ഭരണ നിയന്ത്രണം വന്നിട്ടില്ല. അതിനിടയിലാണ് ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ വിഷയം ഉണ്ടായത്. സത്യപ്രതിജ്ഞാ വിഷയം മാത്രമല്ല, ഒരു കൗൺസിലർ പ്രതിയായി ജയിലിൽ പോയി. കാപ്പ കേസിൽ പ്രതിയായി പോയി. അതൊരു വലിയ പ്രശ്നം പറഞ്ഞിരുന്നു. ഒന്നും ഉണ്ടായില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ പോലീസ് വളരെ ക്ലീൻ ആയിട്ട് അയാളെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, പോരാനൊരു വഴിയില്ല. രാഷ്ട്രീയമാണ് എന്നൊക്കെ ആദ്യ രാഷ്ട്രീയം എന്ന് പറഞ്ഞില്ല. പിന്നെ ഗതി കെട്ടപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ അയ്യോ ഇതിന് രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഏതായാലും ഇപ്പോ ഇയാളടക്കം 20 പേർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ആയിരുന്നില്ല എന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയപ്പോൾ കോടതി പറഞ്ഞു അതൊരിക്കലും പറ്റില്ല.
അത് ആദ്യത്തെ കേസൊന്നും അല്ലത്. കേരളത്തിൽ തന്നെ ഉമേഷ് ചള്ളിയിൽ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ MLA, അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ഇതിൽ സത്യപ്രതിജ്ഞയില്ലേ, SRP ആയിരുന്നു, SNDPയുടെ പാർട്ടി. അന്ന് ഹൈക്കോടതി പറഞ്ഞു ഇത് പറ്റില്ല, 2 ഓപ്ഷനേ ഉള്ളൂ ഭരണഘടനയും ജനപ്രാതിനിധ്യ നിയമത്തിലും. ഒന്ന്, നിങ്ങൾക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം, ഒരു വിശ്വാസം വേണ്ട, അല്ലെങ്കിൽ എല്ലാ വിശ്വാസവും ഉൾക്കൊള്ളുന്നതോ ഞാൻ ദൈവനാമത്തിൽ അങ്ങനെ ചെയ്യുക. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക. കമ്മ്യൂണിസ്റ്റുകാരും ഒരു പരിധി വരെ RSPക്കാരും സോഷ്യലിസ്റ്റുകളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപൂർവം കോൺഗ്രസ്സുകാരും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AK ആന്റണി ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ഒരാളാണ്. അതാദ്യം മുതൽ അദ്ദേഹത്തിന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാറ്. അതുപോലെ കുറച്ച് ആളുകളുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ ചിലർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്. അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമല്ല, ദൃഢപ്രതിജ്ഞയല്ല, വേറെ ഏതൊക്കെയോ പേരിൽ അവിടെ പോയി ഏതൊക്കെയോ മനുഷ്യൻ കേൾക്കാത്ത ദൈവങ്ങളുടെ പേരിലും ബലിദാനികളുടെ പേരിൽ, ബലിദാനി എന്ന് ഒരു സംസ്കൃത രക്തസാക്ഷി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സംഗതി, ബലിദാനികളുടെ പേരിൽ ചെയ്തു. ഈ ബലിദാനികൾ ദൈവമാണോ? അതാണ് കോടതി ചോദിച്ച ചോദ്യം. ഈ പറഞ്ഞ ആളുകളൊക്കെ ദൈവമാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് ദൈവനാമത്തിൽ ചെയ്യാം, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ എൻ്റെ ദൃഢമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. രാവിലെ കോടതി വിധി വരുന്നു, ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും സത്യപ്രതിജ്ഞ. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയി പൊരുത്തനകത്താണ്. അവന് സത്യപ്രതിജ്ഞയ്ക്ക് പുറത്തു കൊണ്ടുവരണം എന്ന രൂപത്തിൽ ഒരു വലിയ ശ്രമം നടത്തുന്നു. എതിരെയാണ് CPM ബഹളം ഉണ്ടാക്കിയത്. ഇവനെ കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ CPM പറയുന്ന ഒരു വാദം, ഞാൻ CPMൻ്റെ ആളല്ലെങ്കിലും അവർ പറഞ്ഞൊരു വാദം, ഒരു ഗേറ്റിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ പിന്നീട് കൂടെ വരാം, മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും. ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കുത്തിത്തെരിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. അവിടെ ഒന്ന് ഇയാൾ അഭ്യാസം കാണിച്ചു എന്നാണ് ഇവർ പറയുന്നത്, ജനങ്ങൾ. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒന്ന് അഭ്യാസം കാണിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. അടിക്കാൻ പാടില്ല, പറയാൻ പറ്റില്ല. മാത്രമല്ല ഇയാളോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചെയ്യണം. അപ്പോൾ അതിനിടയിൽ കൂടി ഒന്ന് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമല്ലോ. അപ്പോൾ മനഃപൂർവ്വം വന്നതാണ്. അതാണ് CPMൻ്റെ വാദം. എന്നാൽ പോലും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കണം. ഒരാളെ അങ്ങനെ ദേഹോപദ്രവം ചെയ്യാൻ പാടില്ല. അത് നെഗറ്റീവായിട്ട് വരും, അത് പോസിറ്റീവ് ആവില്ല. ആര് ചെയ്താലും ജനങ്ങളുടെ മുന്നിൽ അത് സഹതാപം അപ്പുറത്തേക്ക് പോകും. യഥാർത്ഥത്തിൽ വേണ്ടാധീനം ചെയ്ത BJPക്ക് സഹതാപം വരുമെന്നുള്ളതാണ് ഇപ്പം എൻ്റെ സംശയം. അങ്ങനെ ഇവർ അടിച്ചോണ്ട്, അല്ലെങ്കിൽ ഇപ്പം വരണ്ടാന്ന് പോലീസല്ലേ തീരുമാനിക്കുന്നത്. അവൻ കോടതിയിൽ പോയി ജാമ്യം എടുത്തിട്ടോ അല്ലെങ്കിൽ തൽക്കാലം ഇടക്കാലം എടുത്തിട്ട് വരട്ടെ. മാത്രമല്ല അയാൾക്ക് അങ്ങനെ എളുപ്പത്തിൽ അയാൾക്ക് ജാമ്യം കിട്ടുകയില്ല. എന്തുതന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ ഇവർ ഭരണം ഏറ്റെടുത്തപ്പോൾ തൊട്ടുള്ളതാണ് തിരുവനന്തപുരത്ത്. അല്ല, അതാ ഞാൻ പറഞ്ഞു, ഇവരുടെ കയ്യിൽ ഇതുവരെ ഭരണമില്ല. ഒരു പക്ഷേ കുറേ കൊല്ലങ്ങളായി CPM അവിടെ നിന്ന് സംഘടിത പ്രസ്ഥാനം അവിടുത്തെ പ്രത്യേക സ്ഥാനങ്ങളിൽ ആളുകളെ ഇരുത്തിയിട്ടുണ്ട്. അവരെ മാറ്റാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. ഇപ്പോൾ സതീശൻ സർക്കാരിന് തന്നെ മറ്റൊരു അബദ്ധമുണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ കേസ് ED ആക്രമിച്ച കേസിൽ ഒരു നേതാവിന് ജാമ്യം കിട്ടി. അന്വേഷിച്ചപ്പോൾ ആ പ്രോസിക്യൂട്ടർ LDF നിയമിച്ച പ്രോസിക്യൂട്ടറാണ് കേസ് ഹാജരായത്. LDF നിയമിച്ച പ്രോസിക്യൂട്ടറെ മാറ്റിയിരുന്നില്ല. അതിൽ പോലീസുമായിട്ട് തർക്കം വന്നു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു പ്രോസിക്യൂട്ടറെ മാറ്റാൻ ഒരു സമയം എടുക്കും സാധാരണ. ചിലർ കേസിന് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആ 7-8 മാസം കഴിഞ്ഞു, 7 മാസത്തോളമായി ഏറ്റെടുത്തിട്ട്. ഇപ്പോഴും ഒരു നിയന്ത്രണവും VV രാജേഷിൻ്റെയിലോ BJPയുടെയിലോ ഇല്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. മറുവശത്ത് ശക്തമായി CPM സംഘടിതമായി ഇതിനെതിരെ നിൽക്കുന്നുമുണ്ട്.